വർഷങ്ങളായിട്ട് ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയം എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായി കേരളത്തിൽ തന്നെ ചതയദിന ആഘോഷം കൊണ്ടാടുന്ന ഒരു സ്ഥലമാണ്. മുഖ്യമന്ത്രിമാരാണ് ഇതിനു മുമ്പുള്ള ചതയദിന ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഈ വർഷത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു മണ്ഡലം പ്രസിഡന്റ് അനീഷ് എന്ന് പറയും. അനീഷിന്റെ അനുജന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പണം സ്വരൂപിക്കുന്ന ഒരു കാര്യവും കൂടെ ഇതിന്റെ കൂടെ ഞങ്ങൾ കോർത്തിണക്കി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ഇവിടെ നിന്ന് പൈസ സ്വരൂപിച്ച് ഞങ്ങളൊരു 15 ലക്ഷം രൂപയോളം കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുള്ളിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ പുള്ളി ഇറക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 ലക്ഷം രൂപ വേണം. ഇപ്പം ഞാൻ തന്നെ 1 ലക്ഷം രൂപ ഞാൻ സ്പോൺസർ ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം ഈ നാട്ടുകാരെല്ലാം കാശ് സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ പൈസ ഈ യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് അനീഷിന്റെ അനുജന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കൊടുക്കാം. അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൊക്കെ ഞാൻ തന്നെ പോയി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഒരു സഹായം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരു ചാരിറ്റി എല്ലാ വർഷവും നടത്തുന്നത്. ഈ വർഷത്തെ കാര്യം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വരെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടു. ഈ കമ്മിറ്റി വരെ ഞാനും ഇത് പ്രസിഡന്റ് ജേക്കബ് ഞങ്ങൾ പോയി കണ്ട്. അപ്പം പറഞ്ഞു ഞങ്ങൾ എല്ലാ വർഷവും 7 മണിക്കാണ് സാംസ്കാരിക സമ്മേളനം വെക്കുന്നത്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു 6 മണിക്ക് വെക്കണം, 6:30ക്ക് ഗുരുകുലത്തിൽ ചെമ്പഴന്തി ഗുരുകുലത്തിൽ പോകാനുണ്ട്. അപ്പം അത് പ്രകാരം ഞങ്ങൾ നോട്ടീസിലെല്ലാം ഞങ്ങൾ 6 മണി എന്നുള്ളത് 5:30 മണിയാക്കി ഞങ്ങൾ ക്രമീകരിച്ചു. മറ്റുള്ള മന്ത്രിമാരെല്ലാം വിളിച്ചു. ഇപ്പം CP ജോൺ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കെ മുരളീധരൻ. അപ്പോൾ അവരെ ആഭ്യന്തരമന്ത്രി രാവിലെ വന്ന് പുഷ്പാർച്ചന നടത്താമെന്ന് ഏറ്റു. പിന്നെ മേയർ മറ്റുള്ള എല്ലാവരെയും നമ്മൾ ഒരു അതിവിപുലമായി ഈ ചാരിറ്റിയുടെ പരിപാടി ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നടത്താൻ തന്നെ തീരുമാനിച്ചു. ഇന്നലെ രാവിലെ പോലീസ് വന്ന് ഇത് നിങ്ങൾ സ്റ്റേജിനകത്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശം നമുക്ക് തന്നു. അത് പ്രകാരം ഞങ്ങൾ സ്റ്റേജെല്ലാം പോലീസ് പറഞ്ഞതുപോലെയാണ് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തത്. അപ്പൊ ഇവിടെ നിന്ന് പുള്ളിക്ക് ഇത് ഗുരുമന്ദിരത്തിന്റെ അതുവരെ നടന്നു വന്ന് പുഷ്പാർച്ചന നടത്തണം. അപ്പം അത്രയും ഭാഗത്ത് കസേരയൊന്നും ഇടാൻ പാടില്ല. അപ്പം പുള്ളിക്ക് പോകാൻ വേണ്ടിയുള്ള പരവതാനിയൊക്കെ ഞങ്ങൾ വിരിച്ച് വൈകിട്ട് 5 മണി വരെയും വരും എന്നുള്ള ഒരു ഇതിൽ ആണ് ഞങ്ങൾ അറിയിപ്പ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് 5:30 മണിയായപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞ് അത് ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളൂർ വന്നിട്ട് പുള്ളി നേരെ ചെമ്പഴന്തിയിലാണ് പോകുന്നത്. അപ്പോൾ ഉള്ളൂർ ഞാൻ നോക്കിയപ്പോൾ നേരത്തെ മരണമടഞ്ഞ സന്തോഷിന്റെ DCC മെമ്പർ, ഞാനും കോൺഗ്രസിന്റെ DCC മെമ്പറാണ്. സന്തോഷിന്റെ വീട്ടില് സന്തോഷിന്റെ സഹോദരിയുടെ മകളുടെ കല്യാണം മറ്റന്നാളാണ്. അപ്പോൾ അന്ന് പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി നേരത്തെ അവിടെ പോയി 1/2 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. എന്റെ ഈ ഗുരുമന്ദിരവും ഉള്ളൂരുമായിട്ട് ഏകദേശം 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പുള്ളി 1/2 മണിക്കൂറോളം അവിടെ ഇരുന്നതിന് ശേഷമാണ് പുള്ളി വരുന്നത്. അപ്പം പീതാംബരക്കുറുപ്പ് സാർ ഇവിടെ ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ കുറെ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെയാണ് പുള്ളി ഇതുവഴി പോകേണ്ടത്, നമുക്ക് പുള്ളിയെടുത്ത് ഇതുവഴി പോകുമ്പോൾ നമുക്കൊന്ന് കൈ കാണിച്ച് നിർത്തി നമുക്ക് കാര്യം പറയാം എന്ന് പറഞ്ഞ് ഈ ജനം എന്താ നിങ്ങൾക്ക് നോക്കിയറിയാം. ഇത്രയും എല്ലാവരും കൂടെ ഞങ്ങൾ ഇറങ്ങി റോഡിൽ നിന്ന് വണ്ടി വന്നപ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് പുള്ളിയായിട്ട് സംസാരിച്ചു. പീതാംബരക്കുറുപ്പ് ചെന്ന് സംസാരിച്ചപ്പോഴത്തേക്ക് സെക്യൂരിറ്റിക്കാർ പുള്ളി എടുത്തങ്ങ് ദൂരോട്ടങ്ങ് മാറ്റി. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ നിന്ന് പറഞ്ഞു. പുള്ളി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വളരെ ശോഭിച്ച്, ഞാൻ പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ സംസാരിക്കുന്ന വേറൊന്നുമില്ല, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇതാണ് വന്ന് ഇവിടെ വന്നൊരു ദീപം തെളിയിച്ചിട്ട് ഇദ്ദേഹം പോയി, 1 മിനിറ്റ് സമയം മതി, ദീപം തെളിയിച്ചിട്ട് ഒന്ന് പോയെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ പുള്ളി അത് വേറെന്തോ തെറ്റിദ്ധരിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം എന്തൊക്കെയോ പുള്ളി അങ്ങ് വയലന്റ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. പുള്ളി വണ്ടി കയറി അങ്ങ് പോവുകയും ചെയ്തു. ഇതിനകത്ത് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലായത് പുള്ളിയുടെ കൂടെ നടക്കുന്നവര്. ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ ഇവിടെ ഈ കോൺഗ്രസിനകത്ത് തന്നെ 2 വിഭാഗമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനൊരു ഇവിടെ നിന്ന് കുറെ ആളിനെയും പിടിച്ച് വലിയൊരു ഫ്ലക്സും ഒക്കെ പിടിച്ച് അത് KPCC ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പാലഭിഷേകമൊക്കെ നടത്തി. അത് എല്ലാ ചാനലുകളും അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് എന്ന് കാര്യങ്ങളൊന്നും നമുക്കറിഞ്ഞൂടാ. എന്താണ് നിങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചത്? ഞങ്ങള് ഇതുവരെ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാന ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഈ ചാരിറ്റി അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കണം, അതിന്റെ തുക മുഖ്യമന്ത്രിയെ കൊണ്ട് അവന്റെ വീട്ടുകാർക്ക് ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാന കാര്യം. ഇപ്പം അതൊന്നും നടന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണത്തെ ചതയതിന് ഒരു തിരി പോലും കത്തിക്കണ്ട എന്ന് തീരുമാനിച്ച് ഞങ്ങളിത് നാട്ടുകാർ എല്ലാവരും കൂടെ
ഇതിനെ ബഹിഷ്കരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് വന്നു. ഇപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുകയാണ്.